കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ശാബ സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തെയും ഭൂമിയെയും ഏകോപിപ്പിക്കുക, ഫിലിപ്പിയർ, കൊലോസ്യർ എന്നീ ലേഖനങ്ങളിൽ ക്രിസ്തു എന്നുള്ളതായ പാഠത്തെ ആധാരമാക്കിയാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 12ാമത്തെ പാഠമാണ്. പരസ്പരം ജീവിക്കുക എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. പാസ്റ്റർ സന്തോഷ് ദൈവസ്നേഹത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരു ക്രിസ്തീയ കുടുംബം എപ്രകാരമായിരിക്കണം എന്നുള്ളതായ ചില ഉപദേശങ്ങൾ കൂടെ ഈ കൊലോസ്യ ലേഖനത്തിൽ കൊടുക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഓരോ തരത്തിലുള്ളതായ മക്കൾക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഇത് വെവ്വേറെയുള്ളതായ ഉപദേശങ്ങൾ കൊലോസ്യ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് കൊലോസ്യർ 4-ാം അധ്യായം 6-ാം വാക്യമാണ്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഒരു കുടുംബസ്ഥനായിരുന്നു എന്നുള്ളതിന് പല തെളിവുകളും വേദപുസ്തകത്തിലുണ്ട്. ചിലർ അപ്പോസ്തലനായ പൗലോസിൻ്റെ ന്യൂനതകളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ശരീരത്തിലുള്ളതായ ശൂലം എടുത്തു മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തിനൊരു കുടുംബമുണ്ടായിരുന്നു, ആ കുടുംബത്തെ നോക്കാനുള്ളതായ പ്രാരാബ്ധം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നാം അതിലേക്കല്ല ചർച്ച വലിച്ച് നീട്ടുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വളരെ അനുഭവ സമ്പത്തുള്ളവനായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുന്നതിൻ്റെ എല്ലാ തികവുമുള്ളവനായിട്ടാണ് കുടുംബങ്ങളെ അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നത്? പ്രബോധിപ്പിക്കുന്നത്. എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് കുടുംബങ്ങളെ ഉപദേശിക്കുന്നത്? ഇവിടെ നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കുടുംബങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളെ വളരെ മനോഹരമായിട്ട് നൽകിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ദൈവീകത്വത്തെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളിലാണ് പൗലോസ് അപ്പോസ്തലൻ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താണ് ക്രൂശിൽ തറച്ച് നീങ്ങിപ്പോയത്, അന്ന് നിലനിന്നിരുന്നതായിട്ടുള്ള തെറ്റായ ഉപദേശങ്ങളെ പൗലോസ് അപ്പോസ്തലൻ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ലേഖനത്തിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഒടുവിൽ വന്ന് നിൽക്കുന്നത് കുടുംബ ജീവിതങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എല്ലാ തലത്തിലും വളരെ പ്രാവണ്യമുള്ള ഒരാളായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ എഴുത്തുകളിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്തതായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് എന്നാണ്. എന്നാൽ നമ്മുടെ ആത്മീക വർധനവിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിലുണ്ട്. അതിലൊന്നാണ് കുടുംബങ്ങളെ എപ്രകാരം ചിട്ടപ്പെടുത്തണമെന്നുള്ള കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്നു. ഇത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ മാത്രമല്ല, ഇപ്പോൾ എഫെസർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ 5-ാം അധ്യായം തൊട്ട് ഇങ്ങോട്ട് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം, കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണം, മാതാപിതാക്കന്മാർ എങ്ങനെയായിരിക്കണം, അതുപോലെ ഗ്രാൻഡ് പാരൻസ് എങ്ങനെയായിരിക്കണം, അതുപോലെ യജമാൻ എങ്ങനെയായിരിക്കണം, ദാസൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപദേശങ്ങൾ നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി നമ്മുടെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സഭ ഏറ്റവും അധികം ഊന്നൽ നൽകുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ആരോഗ്യദൂത്, അതുപോലെ മറ്റൊന്നാണ് കുടുംബജീവിതം എന്ന് കാണുവാൻ സാധിക്കും. ഏദൻ തോട്ടത്തിൽ ദൈവം ആരംഭിച്ച് മനുഷ്യന് നൽകിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ് ഈ കുടുംബജീവിതം, ഫാമിലി, വിവാഹബന്ധം എന്നൊക്കെയും കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അന്തസ്സത്ത ഏറ്റവും ഭംഗിയായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ കൊലോസ്യയിലെ ജനങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലൻ ഉപദേശം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സന്തോഷ്, അപ്പോസ്തലനായ പൗലോസ് ഭാര്യമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ഭർത്താക്കന്മാർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭാര്യമാർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം ഇന്നത്തെ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതായ ഒരു നിർദ്ദേശമുണ്ട്. ഭാര്യമാരോട് പറയുകയാണ്, ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് കൂട്ടിച്ചേർക്കുന്നത് ക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയായിരിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇത്രയും കടുത്ത ഭാഷയിൽ ഭാര്യമാരോട് അടങ്ങിയിരിക്കാൻ പറയുന്നത്? ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു സഭയ്ക്ക് തലയായിരുന്നത് പോലെ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് തലയായിരിക്കണമെന്നാണ് പറയുന്നത്. സോ ഇവിടെ
ആ തലയെന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരിക്കലും ആ തലയെന്ന് പറയുന്നത് നിർബന്ധ ബുദ്ധിയാലല്ല, പരസ്പര ബഹുമാനത്തോടു കൂടിയാണ്. ക്രിസ്തു എപ്പോഴും മറ്റുള്ളവരെ അംഗീകരിച്ചിരുന്നു, അവരെ മാനിച്ചിരുന്നു, അവരെ ബഹുമാനിച്ചിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ തല ഭർത്താവെന്ന് പറയുമ്പോൾ അധികാരസ്ഥാനമല്ല പറയുന്നത്. അവിടെ അവളെ കരുതുകയും പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഉത്തരവാദിത്തമുള്ളൊരു ഭർത്താവിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പലരും ഇത് അധികാരമെന്ന് കരുതി പല വാക്കുകളും പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ ഞാനാണ് ഈ എല്ലാത്തിൻ്റെയും ഉടയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാനിക്കാതിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് അതല്ല. നിങ്ങൾ പരസ്പരം മാനിക്കണം. അവളുടെ അഭിപ്രായത്തെ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായത്തെ അവളും മാനിക്കണം. അങ്ങനെ പരസ്പരം മാനിച്ചുകൊണ്ട് ഒരു നല്ലൊരു കുടുംബജീവിതം പുലർത്തണമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ക്രിസ്തു സഭയ്ക്ക് തലയായിരുന്നത് പോലെ, അതായത് ക്രിസ്തു ഒരിക്കലും അധികാരത്തിൻ്റെ മേലല്ല തലയായിരുന്നത്, പരസ്പരം ആശ്ലേഷിച്ചും പരസ്പരം സഹവർത്തിത്വം പുലർത്തിക്കൊണ്ടും മുന്നോട്ട് പോകുമെങ്കിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു കുടുംബജീവിതം നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. സർവ്വസാധാരണമായി എവിടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കീഴടങ്ങിയിരിക്കുന്നുവോ അവിടുത്തെ മക്കൾ അനുസരണമുള്ളവരും ദൈവഭയമുള്ളവരുമായിട്ട് കാണപ്പെടുന്നു. എവിടെ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടാതെ അവരുടെ സ്വയ ഇഷ്ടപ്രകാരം ജീവിക്കുന്നുവോ അവിടെ മക്കൾ അനുസരണമില്ലാത്തവരായി ജീവിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്നത്തെ ഇക്വാലിറ്റിയും ഫെമിനിസവും ഒക്കെ ഉള്ളതായ ഈ കാലഘട്ടത്തിൽ ഇത് വേദപുസ്തകത്തിലുള്ളതായ കാര്യമാണ് എന്ന് പല പുരോഹിതന്മാരും ശുശ്രൂഷകരും പറയാതെ തന്നെ വിവാഹം നടത്തുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ അപ്പോസ്തലനായ പൗലൂസ് വളരെ വ്യക്തമായി പറയുന്നത് സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ, അഥവാ ക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സഭ പിന്തുടരേണ്ടത് എന്നുള്ളതുപോലെ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്നു. അത് വേദപുസ്തക ഉപദേശമാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങൾക്ക് ബാക്കിയുള്ളത് എന്താണ് പറയാനുള്ളത് എന്നുകൂടെ കേട്ട് നിങ്ങൾ പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ മഹേഷ്, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം എന്ന് അപ്പോസ്തലനായ പൗലൂസ് പറയുന്നു. മക്കളോട് അപ്പോസ്തലനായ പൗലൂസ് എന്താണ് പറയുന്നത്? ഇവിടെ അപ്പോസ്തലനായ പൗലൂസ് പിതാക്കന്മാരോട് പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ അധൈര്യപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ കുഞ്ഞുങ്ങളോട് കോപിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതായത് കുഞ്ഞുങ്ങൾ നിർഭയം വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കരുത്, അല്ലെങ്കിൽ അവരോട് കോപിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പിതാക്കന്മാർക്ക് ഉപദേശം നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതൊക്കെയും എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ കുറച്ചുകൂടി വിപുലീകരിച്ച് നൽകുന്ന ഭാഗങ്ങളെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചുരുക്കി നൽകുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഭയമില്ലാത്തവരായിട്ട് അല്ലെങ്കിൽ പേടിച്ച് വസിക്കാതിരിക്കാൻ മാതാപിതാക്കന്മാർ അവരോട് കോപത്തിൽ ഇടപെടരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുകയത്രേ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. കുഞ്ഞുങ്ങളോട് നാം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മാതാപിതാക്കളുടെ ജീവിത അനുഭവങ്ങളും അവരുടെ പ്രവൃത്തിയും കണ്ടാണ് കുഞ്ഞുങ്ങൾ അവരുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലൂസ് മാതാപിതാക്കളോട് പറയുകയാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കരുത്, മറിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരോട് സ്നേഹത്തോടെ ഇടപെട്ട് ക്രിസ്തു എങ്ങനെയാണോ ക്രിസ്തുവിൻ്റെ മക്കളായ നമ്മോട് സ്നേഹത്തോടെ ഇടപെടുന്നത് അതുപോലെ ഇടപെടണം എന്നുള്ളതായ ഒരു വലിയ ആഹ്വാനമാണ് മാതാപിതാക്കൾക്ക് അപ്പോസ്തലനായ പൗലൂസ് നൽകുന്നത്. പാസ്റ്റർ സന്തോഷ്, പിതാവ് കുടുംബത്തിലെ പുരോഹിതനാണ്. ഈ കുടുംബത്തിലെ പുരോഹിതൻ്റെ ഒരു കർത്തവ്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? ആത്മീയ കാര്യങ്ങളിലും ഭൗമിക കാര്യങ്ങളിലും മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് പിതാവ് തന്നെയാണ്. ആ പിതാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇനി അപ്പനമ്മമാർ മക്കളെ വളർത്തുന്ന രീതി എന്ന് പറയുന്നത് സാറ് നേരത്തെ പറഞ്ഞത് കണക്ക്, അതായത് നമ്മൾ എങ്ങനെ അതായത് ഭാര്യയും ഭർത്താവും എങ്ങനെ സ്നേഹത്തിലിരിക്കുമോ
അതുപോലെ ആയിരിക്കും മക്കളുടെ സ്വഭാവമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സ്നേഹത്തെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ആയിരിക്കും മക്കളുടെ ആത്മീയതയും. അപ്പനും അമ്മയും ഒരുമിച്ച് ആലയത്തിലേക്ക് പോകുന്നു, കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കൾ അവർ ഭക്തരായി തന്നെ ഇരിക്കുമെന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രത്യാശിക്കുകയാണ്. എന്നാൽ മറിച്ച് ഉപദേശങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ വായിക്കൂ, നിങ്ങൾ വേദപുസ്തകം വായിക്കൂ, നിങ്ങൾ പാടൂ. അപ്പൻ ഒരു സൈഡിൽ മാറിയിരുന്നു കൊണ്ട് അപ്പൻ്റെ തൊഴിൽ മേഖലയിൽ ഇരിക്കുന്ന ഒരു സന്ദർഭം ഇന്ന് നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ്. ഇന്ന് ആർക്കും ഭവനപ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ സമയമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പൻ പുരോഹിതനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ള ലോകത്താണ് നമ്മളായിരിക്കുന്നത്. കാരണം മക്കൾ ആത്മീയരല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. അവർ ഭൗമികതയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ അവരുടെ പിതാക്കന്മാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. സോ അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പിതാവിന് നല്ല നല്ല കാര്യങ്ങളെയും വചനങ്ങളെയും പറഞ്ഞു കൊടുക്കുവാൻ കിട്ടുന്ന ഒരവസരമെന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെ സമയമാണ്. അതുപോലെ തന്നെ അവരെ ആത്മീയ കാര്യങ്ങളിലേക്ക് നയിക്കുവാനും പിതാവിന് സ്വാധീനിക്കാൻ പറ്റുന്നതിന് പകരം വേറെ ആരെക്കൊണ്ടും സാധിക്കത്തില്ല. അവരെ ഏറ്റവും വലിയ ഫ്രണ്ടും അതുപോലെ തന്നെ അവരെ ഏറ്റവും വലിയ ആത്മീയ ഗുരുവും പിതാവായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി തീരും. പാസ്റ്റർ മഹേഷ്, അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ മറ്റൊരു കാര്യമാണ് സൽക്കരിക്കുക, അതിഥി സൽക്കാരം. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കൃപയല്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അതിഥി സൽക്കാരം നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് പറയുന്നത് ചിലർ അങ്ങനെ ദൂതന്മാരെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, മാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നതായ ആൾക്കാർ, നമ്മൾ കണ്ടുമുട്ടുന്നതായ ആൾക്കാരെ എല്ലാവരെയും കൊണ്ടുപോയി നമുക്ക് അതിഥി സൽക്കാരം നടത്താൻ കഴിയില്ല. എങ്കിലും ആവോളം അതിഥി സൽക്കാരം നടത്തണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മൾ അവർക്ക് എന്തെങ്കിലും സൽക്കാരം ചെയ്യുന്നത് നമ്മൾ കർത്താവിനെന്ന പോലെ ചെയ്യണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം, ആ ദൈവത്തിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ദൈവത്തെ നമ്മൾ ശുശ്രൂഷിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ അതിഥികളെയും സ്വീകരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യണം. മനുഷ്യർക്കല്ല, ദൈവത്തിന് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യണം എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. ഇപ്പോൾ പലരും ദൈവത്തെ പ്രസാദിപ്പിച്ചു, അല്ലെങ്കിൽ ദൂതന്മാരെ പ്രസാദിപ്പിച്ചു. നമ്മൾ പഴയ നിയമ ഭാഗത്ത് നോക്കുമ്പോൾ അബ്രഹാമൊക്കെയും അതിന് വലിയ ഉദാഹരണങ്ങളായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ നാളുകളിലും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊലോസ്യ സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത് എങ്കിലും അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കൂടെ ഉള്ള പാഠമാണ് അതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ഉപദേശം ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കേണ്ടത് വളരെ വലുതാണ്. പാസ്റ്റർ മഹേഷ് പറഞ്ഞതുപോലെ ഈ അതിഥി സൽക്കാരം നാം ചെയ്യുമ്പോൾ അത് നമുക്ക് പേര് കിട്ടാനും നമുക്ക് സ്വാധീനം കിട്ടുന്നതിനും വേണ്ടിയല്ല, മറിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പാസ്റ്റർ, അതുപോലെ അപ്പോസ്തലനായ പൗലോസ് ഡീൽ ചെയ്യുന്നതായ മറ്റൊരു കാര്യമാണ് യജമാനന്മാർ അവരുടെ ദാസന്മാരെ കൈകാര്യം ചെയ്യുന്നത്. അഥവാ തൊഴിലാളികളെ എപ്രകാരം മാനിക്കുകയും ബഹുമാനിക്കുകയും കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. എന്താണ് അപ്പോസ്തലനായ പൗലോസിന് പറയാൻ? അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്കും ഒരു യജമാനനുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മളുടെ യജമാനനാണെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ദാസൻ, അല്ലെങ്കിൽ നമ്മുടെ ദാസനോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മളുടെ ദൈവം നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് ആശ്രയിച്ചിരിക്കും. അതായത് നമ്മളെല്ലാവരും പറയുന്നൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അതിൽ വലിയൊരു ക്ലോസ് ഉണ്ട്. എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്ന വലിയൊരു കാര്യം. അതായത് നമ്മളുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ, അതായത് ഒരു യജമാനൻ ഒരു ദാസനോട് എങ്ങനെ ആയിരിക്കണമെന്നും ആ ദാസൻ യജമാനോട് എങ്ങനെ ആയിരിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കരുണയുള്ളവരായിരിക്കണം, കൃപയുള്ളവരായിരിക്കണം. നമ്മുടെ പിതാവ് നമ്മളോട് എന്ത് കാണിക്കുന്നുവോ, എന്ത് സ്നേഹമാണോ കാണിക്കുന്നത്, ആ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ ദാസന്മാരോടും ഇടപെടേണ്ടത്, നമ്മളുടെ ദാസന്മാരോടും നമ്മൾ ആയിരിക്കേണ്ടത് എന്ന കാര്യം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് പറഞ്ഞു തരികയാണ്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലോസ് കുടുംബങ്ങൾക്ക് മൊത്തമായിട്ട് ഉള്ളതായ ഉപദേശമാണ് വളരെ ക്യാപ്സ്യൂൾ രൂപത്തിൽ, വളരെ
ചുരുക്കി നൽകുന്നത്. ഈ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതായ ഈ കാര്യങ്ങളൊക്കെ പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളിലും പലയിടങ്ങളിൽ വിവരിച്ച് പറയുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. ഒരു പക്ഷേ നാം ഇതിന് ഒരു റിസർച്ച് നടത്തിയാൽ, ഒരു സ്റ്റഡി നടത്തിയാൽ, ഒരു കുടുംബത്തിന് ആവശ്യമായുള്ളതായ എല്ലാ ഉപദേശങ്ങളും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ പല സ്ഥലങ്ങളിൽ കൂടെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. ഇത് നാം അനുവർത്തിച്ച് കുടുംബജീവിതം നയിച്ചാൽ സന്തോഷകരമായി ജീവിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിലും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അന്യോന്യം ഭാരങ്ങളെ ചുമന്ന് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ എന്നാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലനും മാത്രമല്ല, നാം വേദപുസ്തകത്തിൽ ഉടനീളം നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം വലുതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ കഷ്ടത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് കൊടുക്കുവാൻ ഒന്നുമില്ല എങ്കിലും, നമുക്ക് അദ്ദേഹത്തെ സഹായിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തോട് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭൗതികമായി എന്തെങ്കിലും നൽകിയില്ല എങ്കിലും നമ്മുടെ ആത്മീക പിതാവ് അവിടെ ഇടപെട്ടാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ ദൈവരൂപേണ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്കും സന്തോഷിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരായിരിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അപ്രകാരത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ വീടുകളിലുള്ളതായ പ്രാർത്ഥന, അത് എങ്ങനെ നമ്മുടെ എല്ലാ വ്യക്തികളെയും യോജിപ്പിച്ച് സന്തോഷത്തോടെ അതൊരു സന്തോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റാൻ നമുക്കെങ്ങനെ സാധിക്കും? കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ്. ആ അനുഭവത്തെ കുറച്ചുകൂടെ നമ്മൾ നല്ല രീതിയിൽ ഒരു ആക്റ്റീവായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം, ആ ഓരോ ദിവസവുമുള്ള പാഠം വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തർ വായിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിലൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാക്കുകയും ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമുക്ക് ഭവന പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരാൾ തന്നെ എല്ലാ ദിവസവും പാട്ട് പാടി പ്രാർത്ഥിക്കാനുള്ള അവസരം കൊടുക്കാതെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തുല്യമായ അവസരങ്ങളെ വീതിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാമെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്ന തലമുറയ്ക്കും എങ്ങനെയാണ് ഭവന പ്രാർത്ഥനകളെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ മക്കൾ അവരിനി അടുത്ത ജനറേഷൻ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പണ്ടൊരു അനുഭവത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് ഞങ്ങളുടെ അനുഭവം ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കത് കേൾക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ദൈവം നമുക്കൊരു അവസരങ്ങൾ നൽകിയിരിക്കുകയാണ്. ഈ അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, ക്രിസ്തുവിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, ഒരു നല്ലൊരു മെൽക്കീസദക്കായിരുന്നു കൊണ്ട് കുടുംബത്തെ നേരിടാൻ നയിക്കാൻ എല്ലാ പിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠഭാഗം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പാസ്റ്റർ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നാം ജ്ഞാനത്തോടെ പ്രവർത്തിക്കണം എന്ന് പറയുന്നു. ഏതൊക്കെ അവസരത്തിലാണ് നമുക്ക് ഏറ്റവും അധികം ജ്ഞാനം വേണ്ടിയത്? ഇവിടെ നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രശസ്തമായിരിക്കുന്ന ബൈബിൾ വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒന്നാമതായിട്ട് പറയുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കണം എന്ന്. ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ നമുക്കറിയാം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് നൽകുന്ന സമയങ്ങളെ ദൈവത്തിൻ്റെ കാര്യവിചാരകന്മാർ എന്ന നിലയിൽ അതിന് നമ്മൾ തിരികെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് തിരുവചനത്തിൽ നിന്നും കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സമയത്തെ നമ്മൾ അവസരോചിതമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ആവശ്യമാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവം ദൈവം നൽകിയിരിക്കുന്ന സമയങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായിരിക്കും, അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് ദൈവം സമയം
സമയത്തെ ജ്ഞാനപൂർവ്വം ഉപയോഗിക്കുവാൻ പറയുന്നത്. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ഉത്തരം പറയുമ്പോൾ അത് ജ്ഞാനത്തിൽ ചെയ്യണം എന്നും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആർഗ്യുമെൻ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അവരോട് തട്ടിക്കയറാതെ, അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതെ നമ്മൾ വളരെ ബുദ്ധിപൂർവമായിട്ട് അവർക്ക് ഉത്തരം നൽകുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുമ്പോൾ, ഉത്തരം പറയുമ്പോഴും, അതുപോലെ തന്നെ നമ്മൾ സമയം ഉപയോഗിക്കുമ്പോഴും അത് കൃത്യമായിട്ട് ജ്ഞാനത്തോടുകൂടെ വിവേകപൂർണ്ണമായി ഉപയോഗിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയത് ആയിരിക്കട്ടെ. എങ്ങനെയാണ് ഉപ്പിനാൽ നമുക്ക് നമ്മുടെ വാക്കുകളെ രുചി വരുത്താൻ കഴിയുന്നത്? അതിപ്പോൾ മാഷ്പാസ്റ്റർ പറഞ്ഞു നിർത്തിയ സാധനം തന്നെയാണ്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കയർത്ത് സംസാരിക്കാതെ നമ്മൾ മിതമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട്, അതാണ് കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, നിങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന രീതിയിലല്ലാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾ ഉപ്പ് പോലെ അത് വളരെ സമചിത്തതയോടുകൂടി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉപ്പിനാൽ അത് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ ആ ഒരു മിതമായ ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാവരോടും ഉത്തരം പറയുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായിരിക്കും. നമുക്ക് ആരോടും ദേഷ്യം വരത്തില്ല, ആർക്കും നമ്മോടും ദേഷ്യം വരത്തില്ല. ആർക്കും നമ്മോട് ദേഷ്യം വരാതെയും ആരും നമ്മളോട് കയർക്കാതെയും നമ്മൾ ആരോടും കയർക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമായിരിക്കും, വളരെ സന്തോഷമായിരിക്കും. ഈ പാഠം പഠിച്ച എല്ലാവരും നന്നായി സംസാരിക്കുന്നവരും അതിഥി സൽക്കാരമുള്ളവരും നല്ല കുടുംബജീവിതം നയിക്കുന്നവരും ഒക്കെ ആയിത്തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്ററായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇതുവരെയും അടിയങ്ങളോട് കൂടെ ഇരുന്ന അടിയങ്ങളെ അനുഗ്രഹിച്ച വലിയ കപോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലനിലൂടെ കുടുംബജീവിതം എപ്രകാരം നയിക്കണമെന്നും അതിഥി സൽക്കാരത്തിൽ എപ്രകാരം ആയിരിക്കണമെന്നും യജമാനൻ ദാസനോട് എങ്ങനെ പെരുമാറണമെന്നും നമ്മൾ എപ്രകാരം ജ്ഞാനത്തിൽ മറ്റുള്ളവരോട് ഇടപെടണമെന്നൊക്കെയും അവിടെ നിന്ന് പഠിപ്പിച്ച വലിയ കപോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന. തുടർന്നും ദൈവിക സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. കേൾവിക്കാരെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണം. സർവ്വേശു നാം ചോദിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങൾ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു സർ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് നൽകിയതായ ആലോചന അത് ഇന്ന് ജീവിക്കുന്നതായ നമുക്ക് എല്ലാവർക്കും അന്വർത്ഥമായ പാഠങ്ങളാണ്. അവ നാം പഠിക്കുന്നതിന് പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും അതിനനുസരിച്ച് നാം ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് മാതൃകയുള്ളതായ ജീവിതം നയിപ്പാനും ക്രിസ്തുവിനോടുകൂടെ ചേരുവാനും സാധിക്കും. അതിന് ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.